ഇവിടുത്തെ പാലക്കാട്ടെ പോലീസ് അതല്ലെങ്കിൽ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് ഇനി ബിജെപിക്കാരൻ എന്ത് തെമ്മാടിത്തരം പറഞ്ഞാലും, എന്ത് വർഗീയത പറഞ്ഞാലും, ഈ നാടിനെ വെട്ടിമുറിക്കുന്ന എന്ത് വിഷമമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാലും പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കില്ല, പിണറായി വിജയന്റെ പോലീസ് ബിജെപിക്കാർക്കെതിരെ കേസെടുക്കില്ല എന്നുള്ള ധൈര്യമാണ് അവർക്കുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പാലക്കാട്ടെ MLA തലവെട്ടുമെന്ന് പറഞ്ഞതിന് ശേഷം ഈ നിമിഷം വരെ ആ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പാലക്കാട്ടെ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഒരു ജനപ്രതിനിധിയാണ്, കേരള നിയമസഭയിലെ ഒരു അംഗത്തിന്റെ തലയെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തേ പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കാത്തത്? എന്തേ അയാളെ അറസ്റ്റ് ചെയ്യാത്തത്? കഴിഞ്ഞ ദിവസം BJPയുടെ ഈ ജില്ലാ പ്രസിഡന്റ് ഈ കൃഷ്ണകുമാറിന്റെ പെട്ടി തൂക്കിയുണ്ടല്ലോ, അവനും ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തേ കേസെടുക്കാത്തത്? എന്തിനേറെ BJPക്കാരൻ സ്വന്തം സഹപ്രവർത്തകയെ കടന്നുപിടിച്ചാൽ പോലും കേസെടുക്കാൻ ലജ്ജയില്ലാത്ത, ആ കേസെടുക്കാൻ തയ്യാറില്ലാത്ത പോലീസാണ് പാലക്കാട്ടേത് എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. സ്വന്തം സഹപ്രവർത്തകയെ കടന്നുപിടിക്കുമ്പോ അതിൽ പോലും ഞങ്ങൾക്ക് പരാതിയില്ല എന്നാണ് പാലക്കാട്ടെ പോലീസ് പറയുന്നത്. ഇതിലും നാണം കെട്ട സമീപനം എന്താ ഉള്ളത്? അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു, അവരെ വേട്ടയാടുന്നു. ഇതെവിടുത്തെ സമീപനാണ്? ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ഇവിടെ പാലക്കാട്ടെ BJPയുടെ ആഫീസിൽ പറഞ്ഞ് മാത്രമേ, ആഫീസിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ട്രെയിൻ ഇറങ്ങാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. പാലക്കാട് ട്രെയിൻ ഇറങ്ങാൻ പാലക്കാട്ടെ ജനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുമതി കൊടുത്തിട്ടുള്ളത്. പാലക്കാട് പ്രവർത്തിക്കാൻ, പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുമതിയാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നമ്പാടി അതിന്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ അഭ്യാസം ഉണ്ടല്ലോ, നിങ്ങളിത് എവിടെയും എത്താൻ പോകുന്നില്ല. ഏതാനും മാസം കഴിഞ്ഞാൽ ഇവിടെ മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങൾക്ക് ഇതിലും വലിയ ശിക്ഷ നൽകാൻ പോവുകയാണ്. ഇപ്പൊ ഈ പ്രശ്നത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്താ? പ്രശ്നത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ ഒരു കെട്ടിടത്തിന്, ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിന് RSSന്റെ സ്ഥാപകന്റെ പേര് കൊടുക്കുകയാണ്, ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ BJPയുടെ നേതാക്കന്മാർ ഈ കേരളത്തെ പൊതുസമൂഹത്തെ ചരിത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ BJPയുടെ നേതാക്കളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പാലക്കാടോ കേരളത്തിൽ എവിടെയോ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിങ്ങളുടെ സംവാദകരെ കൊണ്ടുവന്നോ, നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങളെ ഏറ്റവും വലിയ നിങ്ങളുടെ നേതാക്കളെ കൊണ്ടുവന്നോ, ഞാൻ തയ്യാറാണ്. RSSനോ ഹെഡ്ഗേവാറിനോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഒരു പുലബന്ധവുമില്ല എന്ന് തെളിയിക്കാൻ ഏത് സംവാദ ഭൂമിയിലും വരാൻ തയ്യാറാണ്.